പ്രസംഗം മാത്രമല്ല, ലാളിത്യത്തിൻ്റെ പര്യായമായി ജീവിതത്തിൽ നമുക്ക് മാതൃകയായിരുന്നു പി.ടി. തോമസ്. വേർപാട് വേദനാജനകമാണ്. സ്നേഹബന്ധങ്ങൾ എത്ര കണ്ട് ശക്തമോ അവിടെ വേർപാടിൻ്റെ വേദന വർദ്ധിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി കൊണ്ട്, നിലപാടുകൾ കൊണ്ട് അദ്ദേഹം ഏറെ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായി. അങ്ങനെയുള്ള പി.ടിയുടെ മരണം തന്നെ മറ്റൊരു വേറിട്ട അനുഭവമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പി.ടിക്ക് അസുഖമായിരുന്നു. അസുഖം മൂർച്ഛിച്ച് അദ്ദേഹം ക്ഷീണിതനായിരുന്നു എന്നെല്ലാം അറിയാമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ഞെട്ടലോടെയാണ്, വളരെ ആകസ്മികമായിട്ടാണ് കേരളീയ പൊതുസമൂഹം കേട്ടറിഞ്ഞത്. ഒരുപക്ഷെ പി.ടിയുടെ മരണത്തിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഏറ്റവും ആദ്യം നടന്ന ഒരു അനുശോചന യോഗം ഒരുപക്ഷെ കേരളത്തിൽ എൻ്റെ അധ്യക്ഷതയിലായിരിക്കും നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിയമസഭയിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ്. പി.ടി. തോമസ് അതിൽ അംഗമായിരുന്നു. ആ കമ്മിറ്റിയുടെ യോഗം നിശ്ചയിച്ച് രാവിലെ 10:30 മണിക്ക് ആ യോഗത്തിൽ പോകുന്നതിന് വേണ്ടി ഞാൻ MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്. ഞങ്ങളെല്ലാവരും ആ യോഗം തുടങ്ങി. ആ യോഗത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്ത് എല്ലാവരും അന്നേരം അറിഞ്ഞു വന്നു. അറിഞ്ഞ് അപ്പം തന്നെ ആ യോഗം അവസാനിപ്പിച്ചു. അനുശോചനം രേഖപ്പെടുത്തി, അനുശോചന പ്രമേയം പാസ്സാക്കിയാണ് ആ യോഗം പിരിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിച്ചത്. ഏറ്റവും ആദ്യം തന്നെ അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് എറണാകുളത്തേക്ക് വരികയായിരുന്നു. ആ അനുശോചന യോഗത്തിൽ കക്ഷി നേതാക്കന്മാരൊട്ടുമിക്കവരും, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷ് ഉണ്ടായിരുന്നു, മാത്യു ടി തോമസ് ഉണ്ടായിരുന്നു, ഷംസീർ ഉണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ചു. ഞാൻ ട്രെയിനിൽ കയറി എറണാകുളത്തേക്ക് വന്ന് കുറച്ച് കഴിയുമ്പോൾ ഷംസീർ എന്ന സ്പീക്കറല്ല, ഷംസീർ എന്നെ വിളിച്ചു, വക്കീലെ നിങ്ങൾ ഒറ്റയ്ക്കാണോ എറണാകുളത്തേക്ക് പോകുന്നത്? കാരണം നിങ്ങൾ ആ യോഗത്തിൽ സംസാരിക്കുമ്പോൾ വല്ലാതെ വികാരാധീനനായി കാണപ്പെട്ടു, അതുകൊണ്ട് ഒറ്റയ്ക്കാണോ എറണാകുളത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എറണാകുളത്തേക്ക് വന്നത്. നമ്മളെല്ലാവരും വികാരാധീനരായ ദിവസങ്ങൾ തന്നെയായിരുന്നു. പി.ടിയുടെ മരണവാർത്തയും അതിൻ്റെ അന്ത്യയാത്രയുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വേറിട്ട നിലപാടുകൾ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ കേരള രാഷ്ട്രീയത്തിൽ ബഹുമാന്യ AK ആന്റണിയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായി, ആദർശ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയായി തന്നെയാണ് പി.ടി. തോമസ് പ്രത്യേകമായും അറിയപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം. ഒരിക്കലും അദ്ദേഹം നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ, മറ്റൊരു കാര്യങ്ങൾക്കും വഴങ്ങാതെ, വിട്ടുവീഴ്ചയുടെ നിലപാടുകളില്ല. നിലപാടുകൾ ഉറച്ചു നിന്ന വ്യക്തിത്വത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉടമ തന്നെയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇടുക്കി പോലുള്ള, ഇടുക്കി എന്ന് പറഞ്ഞാൽ തൊടുപുഴയല്ല, ഹൈറേഞ്ചാണ്. ഹൈറേഞ്ചിൻ്റെ പ്രയാസങ്ങളെല്ലാം ജീവിതത്തിൽ അനുഭവിച്ച് അങ്ങനെയാണ് പഠിച്ചു വളർന്ന് KSU പ്രവർത്തകനായിട്ട് അദ്ദേഹം നേതൃരംഗത്തേക്ക് വന്നത്. തൊടുപുഴ ന്യൂമൻ കോളേജിലും പിന്നീട് എറണാകുളത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ വയനാട് കോളേജിലും ലോ കോളേജിലും എല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി KSUവിൻ്റെ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെ അദ്ദേഹം വഹിച്ച ആ ചുമതലകൾ ഏറ്റവും കൃത്യമായിട്ട് നിർവഹിക്കാൻ പി.ടി. തോമസിന് സാധിച്ചു. ഏറ്റവും ഊർജ്ജസ്വലനായ വിപ്ലവകാരി, ചെറുപ്പത്തിൻ്റെതായ നിലപാടുകൾ, ആ നിലപാടുകൾ പ്രായം മുന്നിട്ടപ്പോഴും, അദ്ദേഹത്തിന് യുവത്വം പിന്നിട്ടപ്പോഴും ആ നിലപാടുകളുടെ ചെറുപ്പം, അതിൻ്റെ തീവ്രതയ്ക്ക് യാതൊരു കുറവുമില്ലാതെ തന്നെ സൂക്ഷിക്കാൻ ഒരുപക്ഷെ പി.ടി. തോമസിനെ മാത്രമായിരിക്കും സാധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മരണത്തിൻ്റെ വാർത്ത പരന്നു കേരളത്തിലൊട്ടാകെ. ആ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട് അത് കേരളത്തിൻ്റെ അതിർത്തി കടന്നപ്പോഴാണ്. രാത്രിയെയും തണുപ്പിനെയും കുളിരിനെയും മഞ്ഞിനെയും എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ജനപതിനായിരങ്ങൾ, അല്ല ജനലക്ഷങ്ങൾ തന്നെയാണ് പി.ടിക്ക് അന്ത്യ അഭിവാദ്യങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ
ഇടുക്കിയിലും എറണാകുളത്തും എല്ലാം മലയോര പ്രദേശങ്ങളിലും പട്ടണപ്രദേശങ്ങളിലുമെല്ലാം തടിച്ചുകൂടിയത് മാധ്യമങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെയാണ് PT-യുടെ അന്ത്യയാത്ര ജനഹൃദയങ്ങളിൽ ഏറ്റവും വലിയ കണ്ണീരാഴ്ത്തിയ ആ യാത്രയെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ നിമിഷവും അത് കടന്നു വരാൻ ഹൈറേഞ്ച് പിന്നിടാൻ PT-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് അത് മുന്നേറാൻ തൊടുപുഴയിലെത്താൻ, തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയെത്താൻ, എറണാകുളത്തെത്താൻ വഴിയിലെല്ലാം വഴിയോരങ്ങളിലെല്ലാം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ അടുത്ത കാലത്ത് VS-നോ അല്ലാതെ ആർക്കും തന്നെ ലഭിക്കാത്ത ജനങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന ഒരു അന്ത്യയാത്രയാണ്, യാത്രാമൊഴിയാണ് PT തോമസിന് ലഭിച്ചത് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. ശ്രീ ഡിജോ കാപ്പൻ PT അദ്ദേഹത്തോട് പറഞ്ഞ ഉമ്മയോട് പോലും പറഞ്ഞിട്ടില്ലായിരിക്കാം ഒരു പക്ഷെ ഒരു കാര്യം, എങ്ങനെയാണ് PT-യുടെ അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ടത് എന്ന് ഡിജോ കാപ്പനോട് പറഞ്ഞിരുന്നു. PT-ക്ക് മരണത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഡിജോ കാപ്പനാണ് പ്രതിപക്ഷ നേതാവിനോടും മറ്റ് നേതാക്കന്മാരോടും ബെന്നി ബെഹനാനോടും മറ്റ് നേതാക്കന്മാരോടും മാധ്യമങ്ങളോടുമെല്ലാം PT-യുടെ ഭൗതിക ശരീരം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് PT ചില സൂചനകൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി ഡിജോ കാപ്പനിലൂടെ ലോകമറിഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിച്ചത്. അതിലെ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ആ പാട്ട് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ അന്ത്യയാത്രയിൽ ആ പാട്ട് വെക്കണം എന്ന് പറയുകയും, പ്രത്യേകിച്ച് വേറൊരു കാര്യം, ആളുകളെ രാഷ്ട്രീയ നേതാക്കന്മാർ മരിച്ചാൽ നമുക്കറിയാം റീത്ത് സമർപ്പണമാണ്, പേര് വെച്ച റീത്ത് സമർപ്പണമാണ്. ഞാൻ റീത്ത് വെക്കുമ്പോൾ സണ്ണി ജോസഫ് എന്ന് എഴുതിയ റീത്ത് വെക്കും. ഞാനതുകൊണ്ട് മിക്കവാറും റീത്ത് വെക്കലില്ല സാധാരണ. ഞാൻ നിയോളത്തിലെ മരണത്തിന് പോയാലും റീത്ത് അധികം വെക്കാറ്. എൻ്റെ പേര് എഴുതിയിട്ട് ഞാൻ തന്നെ റീത്ത് വെക്കണോ എന്ന് ആലോചിച്ചില്ല. വീട്ടിൽ ഏതായാലും ഒരു കാര്യം, റീത്ത് വെക്കണ്ട എന്ന് PT തോമസ് അങ്ങനെ ഒരു തീരുമാനം നമ്മളെ കൊണ്ട് എടുപ്പിച്ചത്, അദ്ദേഹം തീരുമാനം നിർദ്ദേശിച്ചത് വളരെ കാര്യം, നല്ല കാര്യമാണ്. പ്രകൃതി സ്നേഹിയായിരുന്നു. ഒരുപാട് പുഷ്പങ്ങളും ചെടിയുടെ തണ്ടും കമ്പും എല്ലാം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കണ്ട എന്ന് PT, പ്രകൃതി സ്നേഹിയായ PT നമ്മളെ ഉപദേശിച്ചു, അത് നടപ്പിലാക്കി. ഞാനത് പറയാൻ ആഗ്രഹിക്കുക, അക്കാര്യത്തിൽ ഞാൻ PT-യെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. റീത്ത് വെക്കണ്ടെന്ന് പറയാം, ഇതുവരെ പറഞ്ഞിട്ടില്ല. വീട്ടിൽ പറയാൻ ആഗ്രഹിച്ചെങ്കിൽ പോയി. ഏറ്റവും PT എനിക്ക് നൽകിയ നല്ല മാതൃകകളൊന്നതാണ് റീത്തിൻ്റെ ആവശ്യമില്ലാതെ. പിന്നെ അത് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കണം എന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വയലാറിൻ്റെ വീടിൻ്റെയും PT തോമസിൻ്റെയും കല്യാണം കേരള രാഷ്ട്രീയത്തിൽ അത് ചരിത്രം തന്നെ, കൊള്ളക്കം സൃഷ്ടിച്ച ചരിത്രം തന്നെയാണ്. ഞാൻ മേഴ്സി ചേച്ചിയുടെ അനുസ്മരണത്തിനും എനിക്ക് വരാൻ സാധിച്ചു. ഞാനിപ്പോൾ ഓർമ്മിക്കുകയായിരുന്നു, ഞാൻ KPC പ്രസിഡന്റ് ആയതിനു ശേഷം 7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മേഴ്സി ചേച്ചിയുടെ അനുസ്മരണത്തിനും ജോർജിയുടെ അനുസ്മരണത്തിനും TM ജേക്കബിൻ്റെ അനുസ്മരണത്തിനും ഇപ്പോൾ PT തോമസിൻ്റെ അനുസ്മരണത്തിനും എനിക്ക് വരാൻ സാധിച്ചു. ഈ നേതാക്കളിൽ എനിക്ക് ഏറ്റവും വലിയ സ്നേഹബന്ധം ഉണ്ടായിരുന്ന നിങ്ങൾക്കും അറിയാം, അത് PT-യും മേഴ്സി ചേച്ചിയായിട്ടായിരുന്നു. ആ PT എന്നെ സംബന്ധിച്ച് സഹോദര തുല്യൻ തന്നെയായിരുന്നു. ഒരേ കോളേജിൽ പഠിച്ചു, KSUവിൻ്റെ ഒരേ കാലഘട്ടത്തിൽ. പിന്നെ കണ്ണൂരിലേക്കൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം മാറിയെങ്കിൽ പോലും എവിടെ കണ്ടാലും ആ സ്നേഹബന്ധം. എൻ്റെ നാട്ടിലെ PT-യുടെ ഒരു അടുത്ത കുടുംബ സുഹൃത്ത് മരണപ്പെട്ടിരുന്നു. PT-ക്ക് അസുഖമൊക്കെ കൂടുന്നതിൻ്റെ കുറച്ച് മുമ്പ്. അപ്പോൾ PT അവിടെ ഞങ്ങൾ ഒന്നിച്ചാണ് ഇരിട്ടിയിൽ ആ ഫ്യൂണറലിന് പോയത്. അന്ന് സാധാരണ രീതി രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ റൂമെടുത്താണ് താമസിക്കുന്നത്. ഗസ്റ്റ് ഹൗസിൽ താമസിക്കണോ റൂം എടുക്കണോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം മടങ്ങി ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നോട് മാത്രമല്ല, PT തോമസിൻ്റെ ഒരു പ്രത്യേകത അത് എല്ലാവരോടും അങ്ങനെയായിരുന്നു. ലാളിത്യത്തിൻ്റെ പ്രസംഗം മാത്രമല്ല, ലാളിത്യത്തിൻ്റെ പര്യായമായി ജീവിതത്തിൽ നമുക്ക് മാതൃകയായിരുന്നു PT തോമസ്. രാഷ്ട്രീയം മാത്രമല്ല, ഇവിടെ പറഞ്ഞതുപോലെ പ്രകൃതിയെ സ്നേഹിച്ചു. അതിൻ്റെ വിവാദങ്ങളൊന്നും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സാംസ്കാരിക സാഹിത്യ രംഗത്ത്, ലൈബ്രറി പ്രവർത്തന രംഗത്ത്
ഞാൻ വീട്ടിയുടെ മരണത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ പാട്യം എന്ന് പറയുന്ന, പാട്യം ഗോപാലിനെ അറിയാമല്ലോ, CPM-ന്റെ ഒരു കേന്ദ്രമാണ് പാട്യം എന്ന് പറയുന്നത്. പാട്യം എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമുണ്ട്. അവിടെ ഒരു വലിയ വായനശാല ഉണ്ടായിരുന്നു. ആ വായനശാല ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പം അവർ തോറ്റൊരു ഇലക്ഷനിൽ ആ വായനശാലയിലെ മുഴുവൻ പുസ്തകങ്ങളും അവർ കത്തിച്ച്, അല്ലെങ്കിൽ വായനശാലയ്ക്ക് ബോംബെറിഞ്ഞ്, വലിയ നേതാക്കന്മാരുടെ മക്കൾ തന്നെയാണ് ബോംബുണ്ടാക്കി എറിഞ്ഞത്. ആ വായനശാല പൂർണ്ണമായിട്ടും തകർത്തിരുന്നു. അവിടെ ഞങ്ങളാരും പോകുന്നതിനേക്കാൾ മുൻപ് കണ്ണൂർ ജില്ലയിലെ പാട്യം വായനശാലയെ CPM ക്രിമിനലുകൾ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കാനും ആ വായനശാലയുടെ പ്രവർത്തനങ്ങൾ പുനരുദ്ധരിക്കാനും അവിടെ ആദ്യം എത്തിയത് PT തോമസ് ആയിരുന്നു. PT തോമസ് ആയിരുന്നു. ആ വായനശാലക്കാര് സംഘടിപ്പിച്ച ഒരു അനുസ്മരണ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മരിച്ചധികം താമസിയാതെയുള്ള ഒരു അനുസ്മരണ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ തന്നെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ ഏറ്റവും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും പ്രസംഗിക്കാൻ എനിക്ക് സാധിച്ച, സംതൃപ്തി തോന്നി പ്രസംഗിക്കാൻ എനിക്ക് സാധിച്ചത് ആ മീറ്റിങ്ങിൽ PT അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നത് ഞാൻ ഓർമ്മിച്ചു നോക്കി, അന്ന് പറഞ്ഞത് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ആ മരണം അങ്ങനെയായിരുന്നു. വേർപാട് വേദനാജനകമാണ്. സ്നേഹബന്ധങ്ങൾ എത്ര കണ്ട് ശക്തമോ അവിടെ വേർപാടിൻ്റെ വേദന വർദ്ധിക്കുകയാണ്. PT-യും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും അതിലുപരിയായി കേരളീയ ജനസമൂഹവുമായിട്ടുള്ള സ്നേഹബന്ധം അത്ര കണ്ട് ശക്തമായിരുന്നു. അതുകൊണ്ടാണ് PT തോമസിന്റെ വേർപാടിൻ്റെ വേദന അതിശക്തമായി തങ്ങി നിൽക്കുന്നത്. യുവതലമുറയ്ക്ക് എപ്പോഴും വഴികാട്ടി തന്നെയാണ്. രാഷ്ട്രീയ രംഗത്ത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെയുണ്ട്. അവർക്കെല്ലാം മാർഗദീപമായി വഴികാട്ടിയായി നിൽക്കുന്ന പ്രമുഖ നേതാവ് ശ്രീ PT തോമസ് തന്നെയാണ്. എത്ര കണ്ട് അനുകരിക്കാൻ സാധിക്കുന്നു എന്ന കാര്യം ബാക്കി നിൽക്കുകയാണ്. അതുപോലെ ന്യായത്തിന് വേണ്ടി, വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ശരിയെന്ന് ധരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. നിയമസഭയിലെ ബാബുവിനറിയാം, PT എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ തമാശയായിട്ട്, അത് മിക്കവാറും പ്രതിപക്ഷ നേതാവാണ് തമാശയായിട്ട് പറയുന്നത്. നിയമസഭയിൽ ഇപ്പോഴത്തെ മന്ത്രി OR കേളു, അദ്ദേഹം മാനന്തവാടിയിലെ MLA ആണ്. സാധാരണഗതിയിൽ അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ വരുമ്പം ശാന്തനായൊരു മനുഷ്യനായിരുന്നു. PT തോമസ് ഇപ്പുറത്തുനിന്ന് പ്രതിപക്ഷത്തുനിന്ന് പ്രസംഗിക്കാൻ PT തോമസ് എഴുന്നേറ്റാൽ ഞങ്ങൾ തമാശ പറയും. ഇപ്പോൾ OR കേളു പോലും അപ്പുറത്തുനിന്ന് വേളം വെക്കും. OR കേളു പൊതുവെ ശാന്തനാണ്, ഇപ്പോഴത്തെ മന്ത്രി OR കേളു. പക്ഷേ ശാന്തനായിട്ട് നിയമസഭയിൽ ഇരിക്കുന്നയാള് ഇപ്പുറത്തുനിന്ന് PT തോമസ് എഴുന്നേറ്റാൽ അപ്പുറത്തുനിന്ന് കേളുവട്ടം പോലും അപ്പുറത്ത് എഴുന്നേറ്റ് അതിനെ തടയാൻ ശ്രമിക്കും. അത്ര കണ്ട് PT തോമസിന്റെ വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകൾ തന്നെയാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. PT-ക്കെതിരെ എന്തോ ഒരു കേസോ ഒരു ആക്ഷേപമൊക്കെ വന്നായിരുന്നല്ലോ. അതിനെ PT നിയമസഭയിലും ഇവിടെ ഒരു പത്രക്കാരുടെ ഒരു മീറ്റിങ്ങിലും വിശദീകരിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. എത്രയോ തന്മയത്വത്തോടെയാണ് വസ്തുതകൾ നിരത്തി അതിനെ PT തരണം ചെയ്തത്. ഏതൊരു മധ്യസ്ഥം പറയാൻ പോയപ്പോൾ, നിങ്ങൾക്കൊരു പക്ഷേ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് അറിയും, PT ആ വെല്ലുവിളി അതൊരു കള്ളക്കേസാണ് എന്ന് പറഞ്ഞ് വാദിയെ പ്രതിയാക്കുന്ന തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് സമർത്ഥിക്കാൻ PT തോമസിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സവിശേഷതകൾ ഓർമ്മിക്കാൻ രാഹുൽജിക്ക് പോലും എത്താൻ സാധിച്ചു, അല്ലേ? രാഹുൽ ഗാന്ധി വന്നില്ലേ? രാഹുൽ ഗാന്ധിക്ക് പോലും എത്താൻ സാധിച്ച ഒരു വലിയ സ്നേഹബന്ധം, സ്ഥാനത്തിൻ്റെ അല്ല. അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന, സതീശൻ എന്നോട് പറഞ്ഞത്, PT തോമസ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ സതീശൻ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റാണ്. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റും PT തോമസ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാണ് തേവര കോളേജിൽ. പിന്നീട് ഒരാള് പ്രതിപക്ഷ നേതാവും, ഒരാള് ആ പാർലമെന്ററി പാർട്ടിയിലെ അംഗമായും, പിന്നീട് കോൺഗ്രസിന്റെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ടും എല്ലാം ഏറ്റവും ശക്തമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. മറക്കാത്ത ഓർമ്മകൾ തന്നെയാണ്. PT തോമസിന് മരണമില്ല എന്ന് ആയിരങ്ങളെന്ന് ആർത്തു വിളിച്ചു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ആർത്തു വിളിച്ച മുദ്രാവാക്യം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കണം. മരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു ജീവി ജനിക്കുകയിൽ അന്നു ദൈവം കരുതിയിട്ടുണ്ട് അവനുള്ള മൃത്യുകാലം.
ഒരു ലേശം ഇതൊന്ന് മാറ്റിവെക്കാൻ അരുതാർക്കും വിഫലം മനുഷ്യയത്നം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഓർമ്മകളിൽ PT ജീവിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഓർമ്മകളിൽ ജീവിക്കുന്ന PT-യുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്.